ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിരുന്നു അല്ലെ, SCRTയുടെ വക. SCRTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെറ്റ് എയിലെ നമ്മുടെ ഇലക്ട്രിക് കറന്റിലെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക് എനർജി കൺസംപ്ഷൻ ആൻഡ് കൺസർവേഷൻ, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The diagram shows a simple electric circuit with a resistor R connected to a cell. ഒരു സെല്ലിലേക്ക് റെസിസ്റ്റർ R കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെയുള്ള കറന്റും കൊടുത്തിട്ടുണ്ട്, 2 ആംപിയർ ആണ് കൊടുത്തിട്ടുണ്ട്. ഹൗ മച്ച് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ ഇൻ 10 സെക്കൻഡ്. അയ്യേ, സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഹീറ്റ് കാണാനാണ് ഇക്വേഷൻ. ഹീറ്റ് കാണാനായിട്ട് നമ്മൾ ഇക്വേഷൻസ് കുറെ എണ്ണം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? I²RT എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ VIT എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് V²/R × T എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും 3 ഇക്വേഷൻസ് ആണ് മക്കളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള 3 പ്രധാന ഇക്വേഷൻസ് ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട്. I²RT, VIT, V²/R × T. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പറ്റുക? ശ്രദ്ധിക്കൂ. I തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട് 10 സെക്കൻഡ് ആണെന്ന്. അപ്പോൾ ഈ 3 വാല്യൂസും വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക, അതിലേക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഐയും ആറും ടിയും വരുന്ന ഇക്വേഷൻ ആദ്യം ഞാൻ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലെ, H = I²RT. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാലോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കൂ, H = I²RT എന്നാണ് ഇക്വേഷൻ. ഐന് പകരം ഞാൻ ഇനി 2 എന്നേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ 2² × R എന്ന് പറഞ്ഞാൽ 5 ഓം ആണ്. 5 × T എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടി 10. ഓക്കെ, 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. × 5 × 10, 4 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. ഓക്കെ, 4 5 are 20, 20 × 10, 20 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. അപ്പൊ ഇവിടുത്തെ യൂണിറ്റ് നിങ്ങൾ എഴുതണം. ഹീറ്റിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൾ ആണെന്ന് അങ്ങോട്ട് എഴുതി വെച്ചേക്കണം. ഓക്കെ, അത് തെറ്റിക്കരുത് നിങ്ങൾ. 200 ജൂൾ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ നമ്പർ ബി 200 ജൂൾ ആണ് മക്കളെ ശരിയായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. H = I²RT, മറക്കരുത് ഇക്വേഷൻ. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് കിട്ടും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കൂ. ഇത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈസിലി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, യെസ്. An electric device has a resistance of 30 ohm and is designed to operate at a power of 120 വാട്ട്. ഓക്കെ, അതായത് അതിന്റെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഇലക്ട്രിക് ഡിവൈസ് ഉണ്ടായിരുന്നു, അതിന്റെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് 30 ഓം ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പവറും കൊടുത്തിട്ടുണ്ട് 120 വാട്ട് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് വോൾട്ടേജ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ഗെറ്റ് ദിസ് പവർ. എടാ മക്കളെ, പവർ ഇത്രയും പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 120 വാട്ടിന്റെ പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം വോൾട്ടേജ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എടാ മക്കളെ, പവറിന്റെ ഇക്വേഷൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് വേഗം പറഞ്ഞേ. യെസ്, പവർ = VI എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് മാത്രല്ല, പവർ = V²/R എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ മറക്കരുത്, ഇപ്പോ ഓർത്തെടുക്കണം. VI എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ V²/R എന്ന് പറഞ്ഞിട്ടും ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് അഥവാ R എന്ന് പറയുന്നത് 30 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പവറും തന്നിട്ടുണ്ട് എത്രയാണെന്ന്? യെസ്, 120 വാട്ട് ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എന്താ കണ്ടുപിടിക്കേണ്ടത്? വോൾട്ടേജാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കി കഴിയുമ്പോൾ P = V²/R എന്ന ഇക്വേഷൻ എടുക്കാൻ പറ്റൂ. കാര്യം നമുക്ക് ഇവിടെ വോൾട്ടേജാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് വരുന്ന ഇക്വേഷൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി തട്ടരുത്. ഈ ഇക്വേഷനിൽ തട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പവർ തന്നിട്ടുണ്ട്, പക്ഷെ എന്തില്ല, ഐന്റെ വാല്യൂ തന്നിട്ടില്ല ക്വസ്റ്റ്യനില് അല്ലെ. അപ്പൊ ആ ഇക്വേഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഏത് ഇക്വേഷനെ പറ്റുള്ളൂ? P = V²/R എന്ന് പറഞ്ഞ ഇക്വേഷനെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? ഐന്റെ വാല്യൂ ഇല്ല, പകരം ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എടുക്കുക.
ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, ഇവിടെ ഡിവൈഡഡ് ബൈ ആർ ആണ് അല്ലെ. ഈ ഡിവൈഡഡ് ബൈ ആർ ഈക്വലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, ഇൻറ്റു ആർ ആവും. വെരി ഗുഡ്, ഇൻറ്റു ആർ ആയിട്ട് മാറും. എനിക്ക് കേൾക്കാം നിങ്ങൾ പറയുന്നത്, ഇൻറ്റു ആർ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാണ്. വി സ്ക്വയർ എന്ന് പറയുന്നത് പി ഇൻറ്റു ആർ ആയി. ഓക്കെ, വി സ്ക്വയർ എന്ന് പറയുന്നത് പി ഇൻറ്റു ആർ ആയി. ഇനി നിങ്ങൾ ചോദിക്കരുത് എവിടെ നിന്നാണ് ആ ഇൻറ്റു വന്നതെന്ന്. ഇവിടെ ഡിവിഷൻ മാറിയിട്ട് അപ്പുറത്തേക്ക് പോയപ്പോൾ അത് ഇൻറ്റു ആർ ആയിട്ട് മാറി. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായി, സ്ക്വയർ റൂട്ടായി മാറി അല്ലെ, റൂട്ടായിട്ട് മാറി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി വി എന്ന് പറയുന്നത് റൂട്ട് പി ആർ ആണ്. അറിയാത്തവർ പഠിച്ചു വെക്കുക ഇക്വേഷൻ. ഓക്കെ, വി എന്ന് പറയുന്നത് റൂട്ട് പി ആർ ആണ്. നിങ്ങളുടെ ഇക്വേഷൻ ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. വി ഈക്വൽ ടു റൂട്ട് പി ആർ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വി ഈക്വൽ ടു റൂട്ട് പി ആർ. പിന്റെ വാല്യൂ എത്രയാണ്, 120 ആണ് അല്ലെ, ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാണ്, 30 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യാം റൂട്ട് 12 × 3 36 0 0 വരും. 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 6 അല്ലെ, 60 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ 60 വോൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, 60 വോൾട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ 60 വോൾട്ട് കൊടുത്താൽ മാത്രമേ ഈ ഒരു ഡിവൈസ് എന്ത് ചെയ്യുള്ളൂ, 120 വാട്ട് പവറിൽ പ്രവർത്തിക്കുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമല്ലേ. നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിക്കുക വെക്കുക. പി ഈക്വൽ ടു വി ഐ പഠിക്കുക, പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ പഠിക്കുക. പക്ഷെ നമുക്ക് ഈ ചോദ്യത്തിൽ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിന്റെ ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുക്കുക. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. ആദ്യത്തെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിലേക്ക് എത്താനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ അത്യാവശ്യം കാൽക്കുലേഷൻ ഉള്ളത്. നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത ഉള്ളതും ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ്. നിങ്ങളുടെ SSLC എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ദ ഫോളോയിങ് അപ്ലയൻസ് ആർ യൂസ്ഡ് ഡെയിലി ഇൻ എ ഹൗസ്. ഒരു വീട്ടില് താഴെ പറയുന്ന കുറച്ച് ഡിവൈസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ 30 ഡേയ്സ്. 30 ദിവസത്തേക്കുള്ള ഇലക്ട്രിസിറ്റി ബില്ലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇഫ് ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് 5 rupees പെർ യൂണിറ്റ്. ഓക്കെ, അതായത് ഒരു യൂണിറ്റിന് 5 രൂപ എന്ന നിരക്കിലാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് വരുന്നതെങ്കിൽ നമുക്ക് 30 ദിവസത്തേക്ക് ഈ ഡിവൈസുകളെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി കോസ്റ്റ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഡിവൈസുകളാണ് മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 200 വാട്ടിന്റെ ടെലിവിഷൻ 5 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അത് മാത്രമാണോ? അല്ല, 540 വാട്ടിന്റെ LED ബൾബ് 4 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 ഡിവൈസുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ വീട്ടിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യണം എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? എനർജി കൺസ്യൂംഡ്. എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്തോ അത് ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടുത്തെ എനർജി കൺസ്യൂംഡ് ആരൊക്കെയാണ്? ഇവിടുത്തെ എനർജി കൺസ്യൂംഡ് ടെലിവിഷനും LED ബൾബും അല്ലേ. അപ്പോൾ എനർജി കൺസ്യൂംഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ടിവിയുടെ എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ടിവിയുടെ ചെയ്യുന്ന സമയത്ത് എനർജി ഈക്വൽ ടു N ഇൻറ്റു P ഇൻറ്റു T. ഇതേത് ഇക്വേഷൻ? അവിടെ പുതുതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. N ഇൻറ്റു P ഇൻറ്റു T എന്ന് പറഞ്ഞിട്ട്. എണ്ണം ഇൻറ്റു പവർ ഇൻറ്റു ടൈം. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചു വെക്കുക. NPT. ഏതാണ് ഇക്വേഷൻ? NPT. ഇതാണ് എനർജി കൺസ്യൂംഡിന്റെ ഇക്വേഷൻ. ഈ ഡിവൈസുകളൊക്കെ തന്നിട്ട് ചെയ്യുന്ന ചോദ്യമാണെങ്കിൽ. N എന്ന് പറഞ്ഞാൽ ഡിവൈസുകളുടെ എണ്ണാണ്, P എന്ന് പറഞ്ഞാൽ പവർ ആണ്, T എന്ന് പറഞ്ഞാൽ സമയമാണ്. അപ്പൊ NPT എന്ന ഇക്വേഷൻ എല്ലാവരും പഠിച്ചില്ലേ? യെസ്. ഇനി നമുക്ക് TV എന്ന് പറയുമ്പോൾ എത്ര ഡിവൈസുകൾ ഉണ്ട്? ഒരു ഡിവൈസ് ആണ് ഉള്ളത് അല്ലെ. ഒരെണ്ണമേ ഉള്ളൂ. TV 2, 3, 4 എണ്ണം ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ 1 ഇൻറ്റു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിവിയുടെ പവർ നിങ്ങൾ നോക്കുക, 200 വാട്ട്. 200 ഇൻറ്റു T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരത്തേക്കാണ്? 5 മണിക്കൂർ നേരത്തേക്കാണ്. അപ്പൊ 200 ഇൻറ്റു 5. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? യെസ്, 1000 വാട്ട് അവർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. കാര്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് ഇത് തന്നിരിക്കുന്നത് ഏത്? പവർ തന്നിരിക്കുന്നത് വാട്ടിലും ടൈം തന്നിരിക്കുന്നത് അവറിലുമാണ്. പലർക്കും ഇങ്ങനെ ഒരു ഡൗട്ട് വന്നേക്കാം. 5 മണിക്കൂറല്ലേ, ഞാൻ അതിനെ സെക്കൻഡിലേക്ക് മാറ്റണ്ടേ? നിങ്ങൾക്ക് വന്നോ ആ ഒരു ഡൗട്ട്?
അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. മണിക്കൂറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണ്ട, ഈ ഒരു ചോദ്യത്തിൽ സെക്കൻഡിലേക്ക് മാറ്റണ്ട. കാരണം നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടേണ്ടത് കിലോവാട്ട് അവറിലാണ് കിട്ടേണ്ടത്. അതായത് മണിക്കൂറിലാണ് മക്കളെ ഉത്തരം കിട്ടേണ്ടത്. അപ്പൊ ഈ മണിക്കൂറിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റിയാൽ ശരിയാവോ? ഇല്ലല്ലോ. മനസ്സിലായോ? നമുക്കിവിടെ ഉത്തരം കിട്ടേണ്ടത് കിലോവാട്ട് അവറിലാണ്. അതിനെ സെക്കൻഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ പറ്റും 1000 വാട്ട് അവർ എന്നാണ് ഇവിടുത്തെ TV മാത്രം കൺസ്യൂം ചെയ്ത എനർജി കിട്ടിയത്. ഇനി നമുക്ക് എന്തിന്റെയും കണ്ടുപിടിക്കണം, ഇതുപോലെ LED ബൾബിന്റെയും എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കണം. അപ്പൊ LED ബൾബിന്റെ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. എനർജി എന്ന് പറയുന്നത് N × P × T എന്നാണ് നമുക്ക് ഇക്വേഷൻ. NPT പഠിപ്പിച്ചതാണ്. അപ്പൊ N എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര LED ബൾബുകൾ ഉണ്ടായിരുന്നു? 5 ഇൻറ്റു LED ബൾബിന്റെ പവർ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ 40 വാട്ടാണ്. മണിക്കൂർ പറഞ്ഞേ 4 മണിക്കൂറാണ്. അപ്പൊ 40 × 4 അല്ലെ, 5 × 40 × 4. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 × 4 ചെയ്യുമ്പോൾ 20, 200 × 4, 200 × 4 എത്ര കിട്ടും? 800 കിട്ടും അല്ലെ. ഇത് ചെയ്താൽ മതി. ഓക്കെ, 800 ജൂൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ എന്ത് കിട്ടുക, സോറി ജൂൾ അല്ല, വാട്ട് അവർ ആണ് എന്ത് കിട്ടുക, ഇവിടുത്തെ എനർജി കിട്ടുക. ഓക്കെ, വാട്ട് അവർ ആണ് ഇവിടുത്തെ എനർജി കിട്ടുക, എനർജി കൺസ്യൂംഡ് കിട്ടുക. അപ്പൊ നമുക്ക് മനസ്സിലായി LED ബൾബും അതുപോലെ TVയും ചെയ്ത അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്ത എനർജി നമുക്ക് കിട്ടി. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ എനർജി നിങ്ങൾ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ എനർജി കൺസ്യൂംഡ്. ശ്രദ്ധിച്ചു വെച്ചോണേ, ടോട്ടൽ എനർജി കൺസ്യൂംഡ്, ടോട്ടൽ എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതാണ് നമ്മൾ എത്ര കണ്ടുപിടിക്കേണ്ടത്? 1000 + 800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 വാട്ട് അവറിലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ എനർജി കൺസ്യൂംഡ് കിട്ടുക. ഇത് ഒരു ദിവസത്തെ കണക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഒരു ദിവസം 1800 വാട്ട് അവർ ആണ് നമ്മൾ ആ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു ദിവസത്തെ കണക്കാണോ വേണ്ടത്? അല്ല, ക്വസ്റ്റ്യനിൽ നിങ്ങൾ വിട്ടുമാറരുത്. ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? 30 ദിവസത്തേക്കുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? ഒരു ദിവസത്തെ കണക്കാണ് എത്ര? 1800 വാട്ട് അവർ. നമുക്ക് 30 ദിവസത്തെ കണ്ടുപിടിക്കണം. അപ്പൊ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടി 30 ഡേയ്സിന്റെ, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് എഴുതിക്കോണേ. 30 ഡേയ്സിന്റെ നമ്മൾ ചെയ്യുമ്പോൾ 1800 × 30 എന്ന് ചെയ്യുക. അതായത് നമ്മൾ സൈഡിൽ ചെയ്ത് നോക്കുകയാണ്. 18 × 3 3 24 3 2 5 അല്ലെ, 54. അപ്പൊ നമുക്ക് കിട്ടി 5 4 കഴിഞ്ഞിട്ട് ഈ 2 0 ഈ 2 0 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 0 കിട്ടും അല്ലെ, 3 0 കിട്ടും. അതാണ് 30 ദിവസത്തേക്കുള്ള കണക്ക് അല്ലെ. 30 ദിവസത്തേക്കുള്ള വാട്ട് അവർ ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഉത്തരം കിട്ടേണ്ടത് വാട്ട് അവറിലാണോ? അല്ലല്ലോ, കിലോ വാട്ട് അവറിലേക്ക് മാറ്റണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? കൺവെർട്ടിങ് ഇൻടു കിലോ വാട്ട് അവർ, കിലോ വാട്ട് അവറിലേക്ക് മാറ്റുകയാണ്. കിലോ വാട്ട് അവറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? യെസ്, ഈ പറഞ്ഞ 54,000-നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രം അത് എന്തിലേക്ക് മാറുള്ളൂ? കിലോ വാട്ട് അവറിലേക്ക് മാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ 3 0 3 0 കട്ടായി. നമുക്ക് ഇവിടെ കിട്ടുന്നത് 54 യൂണിറ്റുകൾ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി 30 ദിവസം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, 30 ഡേയ്സ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ആണ് ആ ഒരു വീട്ടിൽ പ്രവർത്തിക്കുന്നത്? 54 യൂണിറ്റ് ആണ് ആ ഒരു വീട്ടില് എനർജി കൺസ്യൂം ചെയ്യുന്നത്. നമുക്കത് കൊണ്ട് ഉത്തരായോ? ഇല്ലല്ലോ. നമുക്ക് എനർജി കൺസ്യൂംഡ് അല്ല അവർ ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി 54 യൂണിറ്റിന് 5 രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 54 × 5 ചെയ്യുക. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് അവസാനത്തെ ഒരു സ്റ്റെപ്പ് എഴുതുക. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ചോദ്യം എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. 54 × 5 54 × 5 നിങ്ങൾ ചെയ്ത് നോക്കടാ. 54 × 5 5 4 20 5 6 25 27 അല്ലെ, 270 രൂപയാണ് മക്കളെ എന്ത് വരുന്നത്? ഇവിടത്തെ ആ ഒരു വീട്ടിലെ എന്ത് വരുന്നത്? കോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 270 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടുത്തെ ഉത്തരമായിട്ട് കിട്ടും. 270 രൂപയാണ് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്യാൻ അറിയണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് അത് വിട്ട് കളയാൻ നിൽക്കണ്ട. സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാലോ ഇത്തവണത്തെ SSLC ഒരുപാട് ടഫായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് സമയം ഇരുന്ന് അത് ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്തിട്ട് സമയം കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മുൻപേ കൂട്ടി പഠിച്ചു വെക്കുക. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? 30 ദിവസം
ദിവസത്തിലേക്ക് മാറ്റണം, എന്നിട്ട് അതിനെ കിലോ വാട്ട് അവറിലേക്ക് മാറ്റുക, എന്നിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് എത്രയാണ് പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടത്തെ ടോട്ടൽ കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു യൂണിറ്റിന് 5 രൂപയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആ 5 പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ഒന്നുകൂടി ബ്രീഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിർത്താം. ഇവിടെ നമ്മൾ ആദ്യമേ ഈ 2 ഡിവൈസുകളുടെ എനർജി കൺസ്യൂംഡ് കണ്ടുപിടിച്ചു. അത് 1000ഉം 800 ആണ്. അതായത് ടോട്ടൽ എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ ഈ 1000ഉം എന്ത് കൂട്ടണം, 800ഉം കൂട്ടുക. അപ്പൊ ആകെ മൊത്തം 1800 വാട്ട് അവറിലാണ് നമുക്ക് എന്ത് ചെയ്തത്, ടോട്ടൽ എനർജി നമുക്ക് കിട്ടിയത്, മൊത്തം എനർജി നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ അതിൽ എന്ത് ചെയ്യണം, 30 ദിവസത്തിലേക്ക് മാറ്റണം. എന്ന് പറഞ്ഞാൽ ഈ 1800നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 30ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടി, അതാണ് 54,000 എന്ന് പറയുന്നത്. ഇത് 30 ദിവസത്തെ കണക്കാണ്. 30 ദിവസത്തെ വാട്ട് അവർ ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് എന്തിലേക്ക് മാറ്റണം, കിലോ വാട്ട് അവറിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഞാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 54 യൂണിറ്റ് അല്ലെങ്കിൽ 54 കിലോ വാട്ട് അവർ എന്ന് കിട്ടി. ഓക്കെ, അത് 30 ദിവസത്തില് 54 കിലോ വാട്ട് അവർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എനർജി കൺസ്യൂംഡ് ഒന്നല്ല, നമുക്ക് അവിടുത്തെ പൈസയാണ് കണ്ടുപിടിക്കേണ്ടത്. പൈസ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 54നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ഇവിടുത്തെ കറക്റ്റ് പൈസ നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയും 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാൽക്കുലേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. നിങ്ങൾ പരമാവധി സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളെപ്പോലെ എത്രയും നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവരിലേക്ക് നിങ്ങൾ പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്രിസ്മസ് എക്സാം മാത്രമല്ല SSLC എക്സാമിനും എന്തായിരിക്കും നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാം. എന്റെ സമയത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ലൈക്കും കൂടി ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.